ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ അക്കാദമിക് അപ്ഡേറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അവർക്കിപ്പോൾ BSc നഴ്സിംഗ് ആണ് താല്പര്യം, അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സാണ് താല്പര്യം, പഠിക്കാൻ അതാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് മക്കളെ ഈ വീഡിയോ. ഓക്കെ, അക്കാദമിക് അപ്ഡേറ്റ്സ് മാത്രമല്ല, ഇനി ജോലി സാധ്യതകളാണ്, ജോലിക്കാണ് നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ, ഡെയിലി നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ചാനലാണ് നമ്മുടെ ചാനൽ ലേണോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താണ്, ഡെയിലി ജോബ് അപ്ഡേറ്റ്സും അക്കാദമിക് അപ്ഡേറ്റ്സും കരിയർ ഓപ്പർച്യൂണിറ്റീസും എല്ലാം അപ്ലോഡ് ചെയ്യുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ് നമ്മുടെ ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യം പറയാം. അതായത് BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അപേക്ഷിക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ ബിരുദ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രത്യേക പ്രവേശന പരീക്ഷ ഇല്ല. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എന്തില്ല, പ്രവേശന പരീക്ഷയില്ല. +2 രണ്ടാം വർഷ പരീക്ഷയിൽ നിർദ്ദിഷ്ട വിഷയങ്ങൾ നേടിയ മാർക്കിനെ അടിസ്ഥാനത്തിലാക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആ റാങ്ക് ലിസ്റ്റ് ബേസിസിലാണ് എന്തുണ്ടാവുക, പ്രവേശനം ഉണ്ടായിരിക്കുക. അപ്പോൾ +2ന്റെ ബേസിസിലായിരിക്കും എന്തുണ്ടായിരിക്കുക, പ്രവേശനം ഉണ്ടായിരിക്കുക. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രവേശന പരീക്ഷ ഇല്ല എന്നുള്ളതാണ് ഇപ്രാവശ്യം പറയാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. പാരാമെഡിക്കൽ ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ പ്രവേശനവും +2 മാർക്ക് അടിസ്ഥാനത്തിലാണ് കേട്ടോ. അലോട്ട്മെന്റ് പ്രക്രിയ നടത്തുന്നത് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആയിരിക്കും. ഇതിൽ 15 ബിരുദ പ്രോഗ്രാമുകളാണ് വന്നിട്ടുള്ളത്. ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്: BSc നഴ്സിംഗ്, അതായത് 4 വർഷം സർക്കാർ കോളേജിൽ പഠിക്കുന്നവർക്ക് 1 വർഷം ഇന്റേൺഷിപ്പ് ആയിരിക്കും കേട്ടോ. BSc നഴ്സിംഗ്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പറയുമ്പോൾ MLT 4 വർഷം. BSc പെർഫ്യൂഷൻ ടെക്നോളജി 3 വർഷം, 1 വർഷം ഇന്റേൺഷിപ്പ് ആയിരിക്കും. BSc ഓപ്റ്റോമെട്രി, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് ഓക്യുപ്പേഷൻ തെറാപ്പി, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി തുടങ്ങി 15 ബിരുദ പ്രോഗ്രാമുകളാണ് വന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് അപേക്ഷ മെയ് 14 മുതൽ ജൂൺ 7 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിവിധ കോഴ്സുകൾക്ക് ഒരൊറ്റ അപേക്ഷ നൽകിയാൽ മതിയായിരിക്കും. 800 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. പട്ടികവിഭാഗക്കാർക്ക് 400 രൂപ മാത്രമാണുള്ളൂ. സർവീസ് കോട്ടയിലെ അപേക്ഷകർക്കും 800 രൂപയാണ് ഫീസ്. ജൂൺ 4-നകം ഫീസ് അടയ്ക്കേണ്ടതാണ്. ഇനിയിപ്പോൾ കോഴ്സ് ഫീസ്, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഫീസാണ് പറഞ്ഞത്. ഇനി കോഴ്സ് ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സർക്കാർ മേഖലയിൽ BSc നഴ്സിംഗിന് 23,170 രൂപയാണ് വാർഷിക ഫീസ് എന്ന് പറയുന്നത്. BSc MLTക്ക് 20,860 രൂപയും മറ്റെല്ലാ കോഴ്സുകൾക്കും 22,010 രൂപയുമാണ് വാർഷിക ഫീസ്. അപ്പോൾ BSc നഴ്സിംഗിന് 23,170 രൂപ, അതിനാണ് ഏറ്റവും കൂടുതൽ. ബാക്കി ഏത് കോഴ്സ് വന്നാലും 22,010 രൂപയാണ്. ഇനി MLTക്ക് 20,860 രൂപയാണ്. ഇനി പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ ഫീസ് അവിടെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി പ്രവേശന യോഗ്യത എന്താണ്? +2ന് നമ്മൾ പറഞ്ഞല്ലോ, +2ന്റെ ബേസിസിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞു. +2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾ ഓരോന്നും ജയിക്കുകയും 3നും കൂടി മൊത്തത്തിൽ 50% മാർക്ക് ലഭിക്കുകയും വേണം. 3നും കൂടി മൊത്തത്തിലാണ് കേട്ടോ. വേറൊരു കാര്യം പറയാനുള്ളത്, 2025 ഡിസംബർ 31-ന് 17 വയസ്സ് പൂർത്തിയാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. BSc നഴ്സിംഗിന്റെ ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത് 35 വയസ്സാണ്. പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഉയർന്ന പ്രായപരിധി ഉണ്ടായിരിക്കുന്നതല്ല. ഇനി 3 റാങ്ക് ലിസ്റ്റുകളാണ് പബ്ലിഷ് ചെയ്യുക. BASLPക്കും BPOയ്ക്കും പ്രത്യേക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നഴ്സിംഗ് അടക്കം മറ്റ് 13 കോഴ്സുകൾക്ക് ഒന്നിച്ച് മറ്റൊരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യാം. റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച ശേഷം താല്പര്യമുള്ള ഓപ്ഷനുകൾ വെബ്സൈറ്റ് വഴി നമ്മൾ നൽകേണ്ടതുണ്ട്. ഏകജാലക സംവിധാനം വഴി LBS സെൻറ്റർ അലോട്ട്മെൻ്റ് ആണ് നടത്തുക. സ്വാശ്രയ സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളുടെ പ്രവേശനം മെറിറ്റ് അടിസ്ഥാനത്തിൽ അതത് സ്ഥാപനം നേരിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഡേറ്റ് മറന്നു പോകരുത്. അപേക്ഷ ജൂൺ 7 വരെയാണ്. മെയ് 14 മുതൽ ജൂൺ 7 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിവിധ കോഴ്സുകൾക്ക് ഒരൊറ്റ അപേക്ഷ നൽകിയാൽ മതിയാകും. നമ്മൾ പറഞ്ഞല്ലോ, 800 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. പട്ടികവിഭാഗക്കാർക്ക് 400 രൂപ മതിയാകും. സർവീസ് കോട്ടയിൽ അപേക്ഷകർക്കും 800 രൂപയാണ് ഫീസ്. ജൂൺ 4-നകം ഫീസ് അടയ്ക്കണം. ജൂൺ 7 വരെ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയാണെങ്കിലും ജൂൺ 4-നുള്ളിൽ ഫീസുകൾ മൊത്തമായിട്ട് അടയ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഫോൺ നമ്പറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 04712560 അല്ലെങ്കിൽ 363ക്ക് പകരം 364 അല്ലെങ്കിൽ 396. ഓക്കെ, ഫോൺ നമ്പർ ഒന്നുകൂടി പറയാം: 04712560 363 അല്ലെങ്കിൽ 364 അല്ലെങ്കിൽ 396.
996. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.